ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടു കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് വരുന്ന റീഡിംഗ് ആണ്. ഈ റീഡിംഗ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വിട്ടുകളയാം. ഇന്ന് നമ്മൾ നോക്കുന്നത് മോർണിംഗ് തോട്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും കറണ്ട് എനർജിയാണ് നോക്കുന്നത്. നോക്കാം. ഏസ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുള്ള ആദ്യത്തെ കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ന്യൂ കണക്ഷനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരികയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏസ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ഇമോഷനെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ വാല്യൂ, മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ചിപ്പിക്കുള്ള മുത്തിനെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു വാല്യൂ തന്നെയാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ സന്തോഷിക്കാനായിട്ട് പോവുകയാണെന്ന് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിൽ തന്നെ പറയുകയാണ്. സെക്കൻഡ് കാർഡ് എന്താണെന്ന് നോക്കാം. 5 ഓഫ് സോർട്സ് കാർഡാണ് സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നോക്കാം. ഒരു കോൺഫ്ലിക്റ്റിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, നോ കോണ്ടാക്റ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, ഇവിടെ അവർക്ക് എക്സ്പീരിയൻസിങ് ലോസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി അവരിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങളുമൊത്തുള്ള നിമിഷമാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടിയിട്ടുള്ളത് എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് 5 ഓഫ് സോർട്സ് കാർഡിൽ പറയുന്നത്. കാരണം നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു എഫേർട്ടിനെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഇവിടെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. യെസ്, ഹാങ്ങർമാനാണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ലൈഫിൽ എന്താണ് ഇനി വരാൻ പോകുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ എനർജി ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങളിലേക്ക് ന്യൂ വിസ്ഡം ഫൗണ്ട് എന്ന് പറയുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ സാക്രിഫൈസിനെയും ഈ കാർഡ് പറയുകയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിൽ ഉണ്ടെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്, എന്താണോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലെ റിഫ്ലക്ഷനെ കാണിക്കുന്നു. നിങ്ങളെന്ന വ്യക്തി തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെയാണ് മുന്നോട്ട് കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് ഇപ്പോൾ മുന്നോട്ട് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം.
ചാരിയറ്റാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരുടെ തിരിച്ചറിവ് വന്നിട്ടുള്ള മടങ്ങി വരവിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നു. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് എല്ലാ എനർജിയും എടുക്കുന്നു. സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ യാത്ര ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇവിടെ അവരുടെ മനസ്സിനെ തന്നെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, അവർക്ക് ചുറ്റും ഒത്തിരി എനർജീസ് ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫ്യൂച്ചർ എങ്ങനെ വേണമെന്ന് പദ്ധതി എടുക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അധികം ഇനി അവർക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് നിങ്ങളും അവരും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി അവർക്ക് നിങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കില്ല. കാരണം ഇത് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്. മറ്റെവിടെ നിന്നും അവർക്കത് കിട്ടിയിട്ടില്ല. നിങ്ങളിലാണ് അവരെന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിലെ എല്ലാ നെഗറ്റീവ്സും അറിഞ്ഞുകൊണ്ട്, അവരിലെ പോസിറ്റീവിനേക്കാളും കൂടുതൽ അവരിലെ നെഗറ്റീവ്സ് അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ അവരുടെ മടങ്ങി വരവെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ടെൻ ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ടെൻ ഓഫ് വാൻസ് കാർഡ് പറയുന്നത് ഹെവി ബേർഡൻസിനെയാണ്. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളെയാണ്. അവരുടെ കരിയർ, അവരുടെ ഫാമിലി, ഇതൊക്കെ തന്നെ അവർ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും അവരിപ്പോൾ തിരിച്ചറിയുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ ആണ്. നല്ലതുപോലെ അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവർ. എങ്കിൽ കൂടിയും ഇവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബെറ്റർ ലൈഫ് എന്നിലേക്ക് വരണം, എൻ്റെ പേഴ്സണമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ തിരിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കുന്ന, നിങ്ങൾക്ക് പ്രയോറിറ്റി തരാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ടെൻ ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകാനാണ്. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ടെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. സെവൻ ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ ഒരു ചലഞ്ചിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇപ്പോൾ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഒത്തിരി ബേർഡൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് സാഹസികമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ അവർ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് പോവാണ്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. നാച്ചുറൽ ലോനാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു, അതെൻ്റെ ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു നീതി തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. തിരിച്ചറിവ് വരുന്നു. ഇവിടെ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വിസ്ഡമാണ് കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ചിന്ത, അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ന് യൂണിവേഴ്സ് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തെ ഇവിടെ കാണിക്കുന്നത്. അവർ ഒരു നീതി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാർഡ് കൂടി എടുക്കാം. സെവൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള എനർജി. അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ, ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ. ഇന്ന് അവരുടെ ലൈഫിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്.
നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് ഞാനും പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇന്ന് കാണിക്കുന്നു. അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് ഇന്ന് അവർ തിരിച്ചറിയാണ്. ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.